ഇന്നലെ UDF നേതൃയോഗം ചേർന്നു. PV അൻവറിനെയും CK ജാനുവിനെയും വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളായി പ്രഖ്യാപിക്കുന്നു. ശ്രീ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീ CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ 3 കക്ഷികളെ UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ പ്രഖ്യാപനം. 3 മണിക്ക് വിഷ്ണുപുരം താൻ NDA വൈസ് ചെയർമാനാണെന്ന് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്നിലേക്ക് ചാടിപ്പോവാനുള്ള അതിർത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. രണ്ടാമത് മനസ്സുകൊണ്ട് 14 വയസ്സ് വരെ ഇപ്പോൾ 62 വയസ്സ് വരെ ഞാനൊരു സ്വയംസേനാണ്. എടുത്തു ചാടിയോ കോൺഗ്രസ് നേതൃത്വം? പ്രഖ്യാപനത്തിൽ പിഴച്ചത് എവിടെയാണ്? ഇന്ന് ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ് VD സതീശൻ പറഞ്ഞത്. പക്ഷേ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല വിഷ്ണുപുരം ചന്ദ്രശേഖർ. ഒന്നൊന്നര വെല്ലുവിളിയാണ് ഇന്ന് നടത്തിയത്. എന്നെ അറിയാത്തയും അറിയിക്കാത്തയും കാര്യങ്ങൾ പറഞ്ഞാൽ ആര് തന്നെയായാലും ഞാൻ തിരുത്തപ്പെടും. ഇപ്പം രണ്ടാമത് പറഞ്ഞ ആരോപണവും ഞാൻ തിരുത്തുന്നത് 2 കാളാണ്. ആ 2 കാളിൽ VD സതീശൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തല മുട്ടയടിച്ച് മീശയെടുത്ത് നടക്കും. കാര്യം നിങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞത് ഞാൻ പറയും. ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ പ്രതിപക്ഷ നേതാവ്? കാത്തിരിക്കാം.